കേന്ദ്ര സർവകലാശാലകളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് പലപ്പോഴും കുട്ടികളുടെ വലിയൊരു സ്വപ്നമാണ്. എങ്ങനെയാണ് 44ഓളം കേന്ദ്ര സർവകലാശാലകളിലും വിവിധങ്ങളായിട്ടുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലും സ്വകാര്യ സർവകലാശാലകളിലുമൊക്കെ അഡ്മിഷൻ കിട്ടുക? വിവിധ മേഖലകളിൽ അഡ്മിഷൻ്റെ സ്ട്രാറ്റജി വ്യത്യസ്തങ്ങളാണെങ്കിൽ പ്രധാനമായിട്ടും ഈ കേന്ദ്ര സർവകലാശാലകൾ, കേരളത്തിൽ നമുക്ക് കോഴിക്കോടാണ് ഒരു കേന്ദ്ര സർവകലാശാലയുള്ളത്. ഏറ്റവും വളരെ ചുരുങ്ങിയ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ, ഏതാണ്ട് ലഭ്യമായ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ കഴിയുന്ന കേന്ദ്ര സർവകലാശാലകൾ, വിവിധ കേന്ദ്ര സർവകലാശാലകളിലായിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന ഏത് സബ്ജക്റ്റും പഠിക്കാൻ ഉള്ള അവസരങ്ങൾ ലഭ്യമാണ്. മാറിവരുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച്, തൊഴിൽ മേഖലകൾക്കനുസരിച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഏറ്റവും മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന സിലബസുകൾ, വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള അധ്യാപകർ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം ഒത്തുചേരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്ക് എങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ കഴിയുക? സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷന് വേണ്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഏറ്റവും മികച്ച ഒരു മത്സര പരീക്ഷയുണ്ട്. CUET എന്ന് പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ടുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് CUET. ഈ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ അതിന് എഴുതുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ അയച്ച് അതനുസരിച്ചിട്ട് നമ്മൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. പരീക്ഷയുടെ രീതികളെക്കുറിച്ച് നമ്മൾ അറിയണം. പരീക്ഷകൾ എഴുതാനായിട്ട് ശ്രമിക്കുമ്പോൾ വിവിധ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ കുട്ടികളും സെലക്ട് ചെയ്യേണ്ട സബ്ജക്റ്റ് കോമ്പിനേഷനുകളെക്കുറിച്ച് നമ്മൾ അറിയണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന തീരുമാനം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയുള്ള ഓപ്ഷൻസ് എടുക്കുക. ഈ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത്, നമുക്ക് ആകെ ഒരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം വരെ നമുക്ക് 10 സബ്ജക്റ്റുകൾ എഴുതാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം 6 സബ്ജക്റ്റുകൾ മാത്രമാണ് ഒരു കുട്ടിക്ക് എഴുതാൻ കഴിയുക. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ലാംഗ്വേജ് നിർബന്ധമായിട്ട് ഒരു പേപ്പർ എഴുതിയിരിക്കണം. 2 ലാംഗ്വേജ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് മസ്റ്റായിട്ട് നമുക്ക് എഴുതാം. പ്രാദേശിക ഭാഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രാദേശിക ഭാഷകൾ 13 പ്രാദേശിക ഭാഷകളിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനും അനുവാദമുണ്ട്. ലാംഗ്വേജ് പേപ്പേഴ്സ് വേറെ, അതും ഓപ്റ്റ് ചെയ്യാൻ അനുവാദമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലാംഗ്വേജ് എങ്കിലും മസ്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ജനറൽ പേപ്പേഴ്സ് ഉണ്ടാവും. കറണ്ട് അഫയേഴ്സും GKയും മാത്സും റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും എല്ലാം ചേരുന്ന ഒരു ജനറൽ പേപ്പറും കൂടി ഈ കുട്ടികൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജും ജനറൽ പേപ്പറും മസ്റ്റായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, അവിടെ ഏത് കോഴ്സാണ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ കോഴ്സിന് അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നത് നോക്കി തീരുമാനിച്ചിട്ടായിരിക്കണം ഈ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റേണ്ടത്. നമുക്ക് ഈ 2 സബ്ജക്റ്റുകൾ കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു 4 ഡൊമൈൻ കോമ്പിനേഷൻ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. ആ ഡൊമൈൻ കോമ്പിനേഷനിലേക്ക് പോകുമ്പോൾ സബ്സിഡിയറി സബ്ജക്റ്റുകളൊക്കെ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നുമൊക്കെ ആഗ്രഹിക്കാം. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്താണ്, അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്താണ് തുടങ്ങിയ ആ ഓപ്ഷനുകൾ സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണ വളർത്തിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. +2 ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഈ +2 ലെവലിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെ ചോദിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ആ സബ്ജക്റ്റുകൾ ഓപ്റ്റ് ചെയ്തതിന് ശേഷം ആ സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിങ്ങനെയുള്ള സ്ട്രീമുകളിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷൻ വരുന്ന ഡൊമൈൻ സബ്ജക്റ്റുകൾ ഓപ്റ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സും GKയും ഒക്കെ ഉൾക്കൊള്ളുന്ന ജനറൽ പേപ്പർ മസ്റ്റായിട്ട് എഴുതണം. അപ്പോൾ ആ ഒരു സ്ട്രീമിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ഫിക്സ് ചെയ്തതിന് ശേഷം പരീക്ഷയെ നമുക്ക് സമീപിക്കാം. പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ആ 1, 2, 3 എന്നുള്ള ഓർഡറിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ലിമിറ്റിനുള്ളിലുള്ള അത്രയും സ്ഥാപനങ്ങൾ അപേക്ഷിക്കാൻ കഴിയണം.
ഇൻ്റഗ്രേറ്റഡ് LLB നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ BTech പഠിക്കാൻ കഴിയുമോ എന്നുള്ളത് പ്രധാനമായിട്ടും ഒരു ചോദ്യമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ BTech പഠിക്കാനും ഈ CUET എക്സാമിനേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് അക്സെപ്റ്റ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളുണ്ട്, എല്ലാ സ്ട്രീമുകളും. അപ്പോൾ സാധ്യതകളുള്ള അവസരങ്ങളുള്ള മേഖലകളാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നല്ലൊരു തയ്യാറെടുപ്പ് നടത്താം നമുക്ക്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണ്, ആ സബ്ജക്റ്റിന് വേണ്ട കോമ്പിനേഷനുകൾ ഏതാണെന്ന് തീരുമാനിക്കാം. അതുകൂടാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, വളരെ പ്രീമിയമായിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കുറേ കൂടെ മികച്ച സബ്ജക്റ്റ് കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആയി എന്ന് വരാം. പക്ഷേ ഫീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെക്കാൾ കൂടുതലായിരിക്കും പല സ്ഥലങ്ങളിലും. അതും വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ അതും വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡാറ്റാ സയൻസ് പോലെയുള്ള മേഖലകളിലൊക്കെ, ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള മേഖലകളിലൊക്കെ BVOC പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലുമൊക്കെ. അപ്പോൾ ഇത് BVOC എന്ന് പറയുന്നത് സാധാരണ വാലിഡ് ഡിഗ്രി തന്നെയാണ്. വൊക്കേഷണൽ ട്രേഡ് ആയതുകൊണ്ടാണ് BVOC എന്ന പേര് വരുന്നത്. സയൻസ് ആണെങ്കിൽ നമുക്ക് BSc എന്ന് വരുന്നത് പോലെ വൊക്കേഷണൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പഠന മേഖലയാണെങ്കിലാണ് അതിനെ VOC എന്ന് കൊടുക്കുക. ആർട്സ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണെങ്കിൽ BA എന്ന് കൊടുക്കുന്നത് പോലെ നമ്മൾ ഒരു ഡിഗ്രിയുടെ പേര് എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വാലിഡിറ്റിയുടെ യാതൊരു പോരായ്മയുമില്ല. സാധാരണ ബാച്ചിലർ ഡിഗ്രി, എനി ഡിഗ്രി എന്ന് പറയുന്ന ഏത് തൊഴിൽ മേഖലയിലേക്കും ഈ BVOC എടുത്ത കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മേഖലയിലെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് എല്ലാ ജില്ലകളിലും CUET എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പരീക്ഷ നടക്കുന്നുണ്ട്. വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ, പല വിദേശ രാജ്യങ്ങളിലും നമുക്ക് ഈ പരീക്ഷ എഴുതാൻ അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു 4 സെൻറ്റേഴ്സ് വരെ, 4 നഗരങ്ങൾ വരെയൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീടിനോടടുത്തോ നല്ല എത്തിച്ചേരാൻ കഴിയുന്ന അടുത്തുള്ള 4 നഗരങ്ങൾ വരെയൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്തിട്ട് പരീക്ഷ എഴുതാനായിട്ട് പോകാം. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസ് മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ആ കോമ്പിനേഷൻ സ്ട്രക്ചർ വായിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാരണവശാലും നമ്മൾ ആ ഡ്രസ് കോഡ് തെറ്റിക്കാൻ പാടില്ല. ഇപ്പോൾ ലൈറ്റ് കളേർഡ് ഷർട്ട് അല്ല ഡ്രസ്സ് ഫുൾ സ്ലീവ് ഒക്കെ നമുക്ക് അവിടെ അനുവദിക്കപ്പെടുന്നില്ല. ഷൂ അനുവദിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകേണ്ടത്. അല്ലാതെ അവിടെ പോയിട്ടൊരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് നമ്മുടെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥ മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവിടെ പോയി നമുക്ക് തർക്കിക്കാനല്ല നമ്മൾ പോകുന്നത്, അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ മാനസിക നില തെറ്റിച്ചുകൊണ്ട് പരീക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രകടനത്തെ മാറ്റിമറിക്കാനുമല്ല നമ്മൾ പോകുന്നത് എന്ന ബോധത്തോടെ ആയിരിക്കണം പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പോകേണ്ടത്. കാലേകൂട്ടി എത്തിച്ചേരുക. ഒരു ദിവസം ഒരു 3 ഷിഫ്റ്റുകളൊക്കെ ആയിട്ടായിരിക്കും പരീക്ഷ നടക്കുക. ആ പരീക്ഷ ഏത് ഷിഫ്റ്റാണോ കിട്ടുന്നത് അതിന് കുറച്ച് സമയം മുമ്പ് തന്നെ പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എത്തിച്ചേരാനും വളരെ റിലാക്സ്ഡ് മോഡിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനും നമുക്ക് കഴിയണം. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് പരീക്ഷകളെ അറ്റൻഡ് ചെയ്യാം. ഓർക്കുക, CUET എക്സാമിനേഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഇന്ത്യയിലെ അഗ്രികൾച്ചർ കോഴ്സുകൾ, അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളുടെ BTech കോഴ്സുകൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ, ഇത് അംഗീകരിക്കുന്ന മറ്റ് പല സ്ഥാപനങ്ങളുടെ കോഴ്സുകൾ, ഇതിനൊക്കെ അഡ്മിഷന് വേണ്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ കോമൺ അഡ്മിഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് പോകാൻ കഴിയുന്ന കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളായിട്ടുള്ള എക്കണോമിക്സ് ആയാൽ, ചില യൂണിവേഴ്സിറ്റികൾ നോക്കുമ്പോൾ നമ്മൾ എക്കണോമിക്സ് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് വരുന്നത് കാണാം. അപ്പം നമുക്ക് മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് എഴുതിയാൽ മാത്രമേ ആ പരീക്ഷകൾ നമുക്ക് ആ കോളേജിൽ, ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ കാരണം. അതുപോലെ ഓരോ സബ്ജക്റ്റുകളും എടുക്കുമ്പോഴത്തേക്കും ചില സബ്ജക്റ്റുകൾക്ക് മാത്സ് കോമ്പിനേഷൻ വരാം, ചില സബ്ജക്റ്റുകൾക്ക് മറ്റ് ചില കോമ്പിനേഷൻസുകളായിരിക്കും വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് നമ്മൾ എപ്പോഴും മനസ്സ് ഒരുക്കാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള
ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള, മാറി വരുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ വിദ്യാഭ്യാസ നയം, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് മാറ്റപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ച് ക്രമപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സിലബസ് സ്ട്രക്ചർ പ്രകാരം ഉള്ള ഒരു പഠന മേഖലയാണ്. തീർച്ചയായിട്ടും വളരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന 44 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. ഡിഗ്രി വിത്ത് BEd ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഇവിടെ അവൈലബിൾ ആണ്. BA LLB, BBA LLB, BSW LLB തുടങ്ങിയിട്ടുള്ള, BSc LLB തുടങ്ങിയിട്ടുള്ള LLB ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഡിഗ്രിയും MScയും കൂടെ ചേർന്നിട്ടുള്ള BSc MSc BA MA BCom MCom തുടങ്ങിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ഇതിനകത്ത് എക്സിറ്റ് ഓപ്ഷൻസ് വേണമെങ്കിൽ അത് ലഭ്യമായിട്ടുള്ള സർവകലാശാലകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, നമ്മൾ ഒരുപക്ഷെ ഇതുവരെ പരിചയിച്ചിട്ടുള്ള, നിലവിൽ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിനപ്പുറത്തേക്ക് ഒരു പുതിയ കോഴ്സുകളുടെ ഒരു കോമ്പിനേഷൻ സ്ട്രക്ചറും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊരു മേഖല തന്നെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന കേന്ദ്ര സർവകലാശാലകൾ. മികച്ച പഠനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഈ സാധ്യതകളെ കോമൺ എൻട്രൻസ് എക്സാമിനേഷനിലൂടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലേക്ക് ഒക്കെ അഡ്മിഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുത്ത് നമുക്ക് മുന്നേറാം.